ഈ പുഴയും കടന്നിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അവിടെ രഘുനാഥിനോടായി പെൺവീട്ടുകാർ പെൺകുട്ടിയെക്കുറിച്ചെല്ലാം സംസാരിക്കുകയാണ്. പെൺകുട്ടിയുടെ അച്ഛൻ രഘുനാഥിനോടായി സുജയ ഇപ്പോൾ IT ഫീൽഡിലാണ്, ടെക്നോ പാർക്കിലാണ് ജോലി ചെയ്യുന്നത് എന്ന് പറയുമ്പോഴേക്കും നരേൻ അങ്ങോട്ട് കടന്നു വരികയാണ്. നരേൻ വന്നല്ലോ എന്ന് പറഞ്ഞ് മോനെ ഇരിക്ക് എന്ന് രഘുനാഥ് അവനോടായി പറയുന്നു. നരേൻ അങ്ങോട്ട് ചെന്ന് എന്താ ഇതൊക്കെ എന്ന് ചോദിക്കുക. രഘുനാഥും പറയുന്നുണ്ട്, മോനെ ഇവർ നിനക്കൊരു ആലോചനയുമായി വന്നതാ. ഇവരുടെ മകളാ കുട്ടിയുടെ പേര് എന്ന് മുത്തശ്ശൻ പറയുമ്പോഴേക്കും മുത്തശ്ശ എന്ന് താക്കീതോടെ വിളിച്ച് അവരോടായി സോറി, എനിക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല എന്ന് നരേൻ തുറന്നടിച്ചു പറയുന്നവൾക്ക് മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാം ഒരു ഞെട്ടലോടെ അവിടെ എഴുന്നേൽക്കുക. ഗായത്രി വിഷമത്തോടെ നിൽക്കുമ്പോഴേക്കും ശിവരാജനും സന്തോഷമാവുകയാ. നരേൻ വീണ്ടും അവരോടായി പറയുന്നുണ്ട്, വന്ന ഉടനെ വെട്ടിമുറിച്ച് പറയുന്നത് എന്താണെന്ന് വിചാരിക്കരുത്. കാര്യങ്ങൾ വലിച്ചു നീട്ടാതിരിക്കാൻ ആദ്യമേ പറഞ്ഞൊന്നേ ഉള്ളൂ. ദേ, നിങ്ങളുടെ മകളെയെന്നല്ല ഒരു പെൺകുട്ടിയെയും ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നില്ല എന്നവൻ തീർത്തു പറയേ. മോനെ നരേൻ എന്ന് അംബികാമ്മയും വിഷമത്തോടെ വിളിക്കുന്നു. മുത്തശ്ശിക്ക് അറിയാവുന്നതല്ലേ കാര്യങ്ങളെല്ലാം, പിന്നെന്താ ഇങ്ങനെയൊക്കെ? പെണ്ണ് കാണാൻ വിളിച്ചാൽ ഞാൻ വരില്ലെന്ന് അറിയാവുന്നത് കൊണ്ടാവും ഇങ്ങനെയൊരു ഡ്രാമ അല്ലേ എന്ന് ചോദിച്ച് പെൺവീട്ടുകാരോടായി സോറി, നിങ്ങൾ വേറെ ഏതെങ്കിലും പയ്യനെ കണ്ടെത്തി നിങ്ങളുടെ മകളുടെ കല്യാണം നടത്ത് എന്ന് പറഞ്ഞ് നരേൻ അവിടുന്ന് പോവുകയാണ്. ഗായത്രിയും അതിഥികളോടായി സോറി, അവൻ എന്തോ ടെൻഷനിലായിരുന്നു തോന്നുന്നു എന്ന് പറയേ. ശിവരാജനും എന്ത് ടെൻഷൻ, ഈ സീൻ ഇവിടെ സ്ഥിരമുള്ളതാ, പിന്നെ തുടർച്ചയായി അഭിനയിച്ചിട്ടും ഇവർക്ക് യാതൊരു ബോറടിയും ഇല്ലെന്നേ എന്ന് പറയേ. രഘുനാഥും താക്കിയതോടെ ശിവരാജ എന്ന് വിളിക്കുക. ഞാനൊരു സത്യം പറഞ്ഞേ എന്ന് ശിവരാജനും. പെൺവീട്ടുകാരോടായി അംബികാമ്മയും നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. കൊച്ചുമകൻ കല്യാണം കഴിക്കണമെന്നും അവനൊരു ജീവിതമുണ്ടായി കാണണമെന്നും ഒരു മുത്തശ്ശിക്കുണ്ടായ കൊതി കൊണ്ടാ നിങ്ങൾക്ക് ഈ അപമാനം. ക്ഷമിക്കണമെന്ന് പറഞ്ഞ് കൈകൂപ്പുകയോ അംബിക. ഗായത്രി സങ്കടത്തോടെ നിൽക്കുമ്പോഴേക്കും ശിവരാജനും പുച്ഛത്തോടെ ചിരിയോടെ നിൽപ്പ. ആ സമയത്താണ് ആകെ ടെൻഷനോടെ ഗായത്രി വീട്ടിലേക്ക് വരുന്നത്. ഗേറ്റ് കയറി വരുന്നതിനിടയിലും പണം നഷ്ടപ്പെട്ടതിനെ കുറിച്ച് മാനേജർ പറഞ്ഞ കാര്യങ്ങളായിരുന്നു അവളുടെ മനസ്സിൽ. അനിയ അതൊരു തട്ടിപ്പ് കോളായിരുന്നു, OTP ആർക്കും പറഞ്ഞു കൊടുക്കരുതെന്ന് പറഞ്ഞ് ടിവിയിലും പത്രത്തിലും റേഡിയോയിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ എത്രയാ പരസ്യം കൊടുക്കുന്നത്, എന്നാലും ആൾക്കാർക്ക് ബോധമില്ല എന്ന് മാനേജർ പറഞ്ഞതും പണം പോയോ സാർ എന്ന് കാവേരി ചോദിക്കുമ്പോൾ പോയി എന്ന് മാനേജർ പറഞ്ഞതുമെല്ലാം ഓർത്ത് അവൾ നടന്നു വരുമ്പോഴാണ് ദേഷ്യത്തോടെ വീട്ടിൽ നിന്നിറങ്ങിയ നരനും തന്റെ കാറിൽ കയറി. കാർ സ്റ്റാർട്ട് ചെയ്തവൻ പിന്നോട്ടെടുക്കുമ്പോഴേക്കും അത് ശ്രദ്ധിക്കാതെ നടന്നു വരികയായിരുന്ന കാവേരി ഇടിക്കാൻ ചെല്ലുന്നതും പെട്ടെന്ന് അവൾ ഒഴിഞ്ഞു മാറുമ്പോഴേക്കും മുറ്റത്തേക്ക് വീഴുന്നതുമല്ല. അവൾ വീഴുന്നത് കണ്ട് അയ്യോ എന്ന് വിളിച്ച് നരേനും പെട്ടെന്ന് വണ്ടി നിർത്തുകയാണ്. കാവേരി അവിടെ എഴുന്നേറ്റിരിക്കുമ്പോഴേക്കും കാറിന്റെ ഗ്ലാസ് താഴ്ത്തി എന്തേലും പറ്റിയോ എന്നവൻ ചോദിക്കുന്നുണ്ട്. അവൾ ഒരു പുഞ്ചിരിയോടെ എഴുന്നേറ്റ് സാരമില്ല, ഐ എം ഓക്കെ എന്ന് പറയേ. നരേനും എന്നാ ഞാൻ ഓക്കെ അല്ല, സ്വപ്നം കണ്ട് നടക്കാനേ, ഇത് പാർക്കും ബീച്ചും ഒന്നുമല്ല. ദേ, മര്യാദയ്ക്ക് നടന്നോണം ഈ ഗേറ്റിനകത്ത്. സിഗ്നലിലല്ലാതെ വണ്ടി ബ്രേക്ക് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. എടി, നിന്നേക്കാൾ വിലയുണ്ടടി ഈ വണ്ടിക്ക്, അറിയോ? സോ ബെറ്റർ വാച്ച് യുവർ സെൽഫ്. ആകാശം നോക്കിയിട്ടാ ഓരോന്നും നടക്കുന്നത്, മനുഷ്യരെല്ലാവരും കൂടി ഇറിറ്റേറ്റ് ചെയ്യാ എന്ന് പറഞ്ഞവൻ വണ്ടിയും എടുത്തു പോവുകയാ. കാവേരിയും ദേഷ്യത്തോടെ അവൻ പോകുന്നത് നോക്കി നിൽപ്പാ. അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന നിളയോടായി മോൾക്ക് വിശക്കുന്നില്ലേ എന്ന് ശാരദ ചോദിക്കേ. ഇല്ലെന്ന് അവളും. അത് കേൾക്കുന്ന ഗംഗയും അല്ലെങ്കിലും അവൾക്ക് ഒരിക്കലും വിശപ്പില്ലല്ലോ, കഴിക്കാൻ എന്തെങ്കിലും വാങ്ങണ്ടേ അമ്മയെന്ന് ശാരദയോടായി ചോദിക്കുക. അതിനിത് എവിടുന്ന് വാങ്ങണ്ടെന്ന് നമുക്കറിയില്ലല്ലോ, വിനീതും കാവേരിയും പോയിട്ടാണെങ്കിൽ കാണുന്നുമില്ല എന്നമ്മ പറയേ. ക്യാൻറ്റീൻ ഉണ്ടാവും അമ്മേ, അവര് വരുന്നതിന് മുമ്പ് ഓർഡർ ചെയ്യുന്നതാവും നല്ലത്, അല്ലെങ്കിൽ ഊണൊക്കെ തീർന്നു പോയെന്നിരിക്കും എന്നവൾ പറഞ്ഞു നിർത്തുമ്പോഴേക്കും കാവേരി അങ്ങോട്ട് വന്ന് കയറുന്നുണ്ട്. കൊച്ചിന് എന്തൊക്കെയാ കഴിക്കാൻ കൊടുക്കുക, ഒന്നും അറിയില്ലല്ലോ, ആ നഴ്സിനെ പിന്നെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ എന്ന് ശാരദ പറയുമ്പോഴാണ് ടെൻഷനോട് അവിടെ നിൽക്കുന്ന കാവേരിയെ ഗംഗ ശ്രദ്ധിക്കുന്നത്. ആ കാവേരി എന്നവൾ വിളിക്കുമ്പോഴേക്കും ഒരു ഞെട്ടലോടെ കാവേരിയും തിരിഞ്ഞു നോക്കുക. എടി, നീ എവിടെയായിരുന്നു? ആ നഴ്സ് വന്ന് പണം അടച്ചോന്ന് അന്വേഷിച്ചു എന്ന് ഗംഗ പറയേ. ആണോ, എന്ന് ഞാൻ പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് കാവേരി അവിടുന്ന് പോവാൻ തുടങ്ങുമ്പോഴേക്കും നിക്കെന്ന് പറഞ്ഞ് ഗംഗ വിളിക്കുന്നുണ്ട്. എന്താ ഗംഗേച്ചി എന്ന് ചോദിച്ച് കാവേരി തിരിഞ്ഞു നിൽക്കുമ്പോഴേക്കും ഗംഗ അവളുടെ അരികിലേക്ക് ചെന്ന് എന്താടി നീ ഇങ്ങനെ, കണ്ട പ്രേതത്തെ പോലെ ഉണ്ടല്ലോ എന്ന് ചോദിക്കേ. അമ്മയും പറയുന്നുണ്ട്, ഡോക്ടർ അവളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, അതായിരിക്കും അവള് വല്ലാണ്ടിരിക്കുന്നതെന്ന്. ഡോക്ടർ എന്ത് പറയാനാ എന്നൊരു ചിരിയോടെ കാവേരിയും ചോദിക്കും. കൊച്ചിനെ ഇവിടെ കിടത്തിയതല്ലാതെ അവര് വേറൊന്നും ചെയ്തിട്ടില്ല എന്നമ്മ പറയേ. ടെസ്റ്റ് ഒക്കെ ചെയ്യണമെങ്കിലേ പണം അടയ്ക്കണമെന്ന് നഴ്സ് പറയുന്നു, നീ പണം അടച്ചില്ലെന്ന് ഗംഗ കാവേരിയോടായി ചോദിക്കുക. ഒരു പരുങ്ങലോടെ കാവേരിയും ഇല്ല ഗംഗേച്ചി, ബാങ്കിൽ നിന്ന് പണം എടുക്കാൻ പറ്റിയില്ല എന്ന് പറയേ. പറ്റിയില്ലെന്നോ, അതെന്താ? ചെക്ക് മാറി അക്കൗണ്ടിൽ വന്നില്ല എന്ന് ഗംഗയും ചോദിക്കും. ആ വന്നു എന്ന് കാവേരി പറയേ. അതിന്റെ മെസ്സേജ് വന്നതാണല്ലോ ഫോണിൽ, വിനീതേട്ടൻ എനിക്ക് കാണിച്ചു തന്നതാണല്ലോ എന്ന് ഗംഗ പറയുന്നുണ്ട്. അത് മെസ്സേജ് വന്നു ഗംഗേച്ചി, പക്ഷെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടില്ല
എന്ന് കാവേരി പറയേ അതെന്താന്ന് ഗംഗയും ബാങ്കിന്റെ എന്തോ ടെക്നിക്കൽ പ്രോബ്ലമാ, വൈകാതെ ക്രെഡിറ്റ് ആവുമെന്ന് പറഞ്ഞു എന്ന് കാവേരി പറയുന്നത് വിശ്വസിച്ച് വിനീതേട്ടൻ എവിടെയെന്ന് ഗംഗ ചോദിക്കും. വിനീതേട്ടൻ ബാങ്കിൽ തന്നെ ഇരിക്കുക ഗംഗച്ചി, പണം വന്നാൽ ഉടനെ എടുത്തോണ്ട് വരാനായിട്ട്. ഞാനിപ്പോ പോയി ടെസ്റ്റിനൊക്കെയുള്ള പണം എടുത്തിട്ട് വരാൻ ഗംഗച്ചി, ഓപ്പറേഷനുള്ള വലിയ തുകയെല്ലാം അത് പിന്നെ അടച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞവൾ അവിടെ നിന്ന് പോവുകയാണ്. ശാരദ അപ്പോഴേക്കും നിളമോളോടായി മോൾക്ക് എന്താ കഴിക്കാൻ വേണ്ടെന്ന് ചോദിക്കുമ്പോൾ ഒന്നും വേണ്ട എന്നവൾ പറയുന്നുണ്ട്. സംശയത്തോടെ ആലോചനയോടെ നിൽക്കുകയായിരുന്ന ഗംഗയും അമ്മേ ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പോവുകയും റൂമിൽ നിന്ന് പുറത്തിറങ്ങിയ കാവേരിയും എന്ത് ചെയ്യണമെന്നറിയാതെ ടെൻഷനോടെ നടക്കുമ്പോഴാണ് ഗംഗ അങ്ങോട്ട് വരുന്നത്. എന്താടി എന്തേലും കുഴപ്പമുണ്ടോ എന്ന് ഗംഗ ചോദിക്കേ മുഖത്തൊരു പുഞ്ചിരി വരുത്തി. എന്തു കുഴപ്പം ഗംഗച്ചി എന്ന് കാവേരിയും പറയുന്നുണ്ട്. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത് എന്ന് ഗംഗ സംശയത്തോടെ ചോദിക്കേ. അത് നീളമോളുടെ ഓപ്പറേഷൻ തീയതി അടുത്തില്ലേ? എന്താ പോലെ ചേച്ചി അതാ എന്നവൾ പറയുന്നു. എടി സാരമില്ല, ധൈര്യമായിട്ടിരിക്കും, പേടിക്കുന്ന പോലൊന്നും സംഭവിക്കില്ല, ഭഗവാനുണ്ട് കൂടെ എന്ന് പറഞ്ഞ് ഗംഗ അവളെ ആശ്വസിപ്പിക്കേ. ചേച്ചി റൂമിലേക്ക് പോയിക്കോ, ഞാനിപ്പോ വരാം എന്നൊക്കെ കാവേരി പറയുന്നുണ്ടെങ്കിലും ഗംഗ ടെൻഷനോടെ കാവേരിയെ തന്നെ നോക്കി നിൽപ്പാ. പോയിക്കോ ചേച്ചി, ഞാൻ അങ്ങോട്ട് വരാം എന്ന് ആശ്വസിപ്പിച്ചവൾ ഗംഗേച്ചിയെ പറഞ്ഞയക്കുകയാണ്. അവിടെ വിനീത് ഗീതേച്ചിയുടെ ഹോം അപ്ലയൻസ് കടയിലേക്ക് എത്തിയിരിക്കുകയാണ്. ടെൻഷനോടെ അവൻ ഷോപ്പിലേക്ക് കയറുമ്പോഴേക്കും അവനെ കാണുന്ന ഗീതയും സന്തോഷത്തോടെ എഴുന്നേറ്റുകൊണ്ട് എടാ വിനീതേ, വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ നീ എന്ന് ചോദിക്കുന്നു. ഇല്ല ഗീതേച്ചി, ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടല്ലോ എന്ന് വിനീതു. എടാ നിനക്കിരിക്കാൻ എന്ന് പറഞ്ഞ് ഗീത ചുറ്റുപാട് നോക്കുമ്പോഴേക്കും ഇരിക്കൊന്നും വേണ്ട ഗീതേച്ചി, ഞാൻ അല്പം തിരക്കില്ല. ദാസേട്ടൻ എവിടെ എന്ന് ചോദിക്കുക വിനീത്. ഹോസ്പിറ്റലില, സ്വർണ്ണമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു, ഡിസ്ചാർജ് ആയിട്ടില്ല. നിങ്ങൾ തിരുവനന്തപുരത്ത് വന്നു എന്നറിഞ്ഞു, ഒന്ന് വന്ന് കാണണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഒഴിവ് കിട്ടിയില്ല. നീ ഇപ്പൊ കണ്ടില്ലേ, ദാസേട്ടൻ ഹോസ്പിറ്റലിലായിരിക്കുന്ന സമയം മുഴുവൻ ഇവിടെ നോക്കുന്നത് ഞാനാ എന്ന് ഗീത പറയേ. ഗീതച്ചി ഞാൻ വന്നത് എന്ന് പരുങ്ങലോടെ വിനീതും പറയും. അവന്റെ കൈ ചേർത്ത് പിടിച്ച് പറഞ്ഞോ എന്ന് ഗീത പറയേ. ഞാൻ വന്നത് കുറച്ച് കാശിന്റെ ആവശ്യത്തിനാ ഗീതച്ചി എന്നവൻ പറയുന്നത് കേൾക്കേ. എടാ ജയപാലിന്റെ അടുത്തുനിന്ന് 50 ലക്ഷം രൂപ ചെക്കും വാങ്ങിച്ച നിങ്ങൾ പുഷ്പവാടിയിൽ നിന്ന് പോയതെന്നാണല്ലോ അമ്മ പറഞ്ഞത് എന്നവൾ ചോദിക്കുന്ന കേട്ട് അങ്ങോട്ടെത്തിയ ദാസേട്ടനും അതിന്റെ കൂടെ കുറച്ച് കാശ് കൂടി കിട്ടിയ കഴിക്കോ ഗീതേ എന്ന് ചോദിക്കുന്ന കേൾക്കേ. ദാസേട്ടനെ കണ്ട് വിനീതും ചിരിയോടെ ദാസേട്ടനോ, ദാസേട്ടൻ ഹോസ്പിറ്റലിൽ നിന്ന് എപ്പോ വന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അഡ്മിറ്റ് ആയിരിക്കുന്നതേ ഞാനല്ല അമ്മയാ എന്ന് പറഞ്ഞ് ഗീതയുടെ അരിയിലേക്ക് വന്ന് നീ ആ കൗണ്ടറിൽ നിന്ന് ഇറങ്ങിയടി, പണപ്പെട്ടിയുടെ അടുത്ത് നീ ഇരുന്നാ ശരിയാവുകയല്ല, നീ അങ്ങോട്ട് ചെന്ന് കസ്റ്റമേഴ്സിനെ ഹെൽപ്പ് ചെയ്യടി, സ്റ്റാഫ് കുറവാണെന്ന് നിനക്കറിയില്ലേ എന്ന് ദേഷ്യത്തോടെ ഗീതയെ വഴക്ക് പറയുമ്പോഴേക്കും അവളും കൗണ്ടറിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. കാര്യം മനസ്സിലായ വിനീതും ഞാൻ പോട്ടെ ദാസേട്ടാ, ഇതില് വന്നപ്പോ കയറി എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് പോവാൻ തുടങ്ങുമ്പോഴേക്കും അളിയനൊന്ന് നിന്നേ എന്ന് പറഞ്ഞ് ദാസും വിളിക്കുക. വിനീത് തിരിഞ്ഞു നിൽക്കുമ്പോഴേക്കും ദാസേട്ടൻ അവന്റെ അരികിലേക്ക് ചെന്ന് നീ വന്നത് പണത്തിന്റെ ആവശ്യത്തിനാണല്ലേ എന്ന് ചോദിക്കേ. അത് ദാസേട്ടാ ഞാൻ എന്ന് പതർച്ചയോടെ പറഞ്ഞു നിൽപ്പാ വിനീത്. തുറന്നു പറഞ്ഞു വിനീതേ എന്ന് ദാസേട്ടൻ വീണ്ടും നിർബന്ധിക്കേ. അത് ദാസേട്ടാ സത്യം പറഞ്ഞ കുറച്ച് പണത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു എന്ന് വിനീത് പറയേ. അത് നീ എന്നോട് ചോദിക്കാൻ മടിക്കണോ വിനീതേ, നീ എന്റെ അളിയനല്ലേ, എനിക്കൊരാവശ്യം വന്നാ നീയും നിനക്കൊരാവശ്യം വന്നാ ഞാനും സഹായിക്കേണ്ടതല്ലേ എന്ന് പറയുന്നത് കേൾക്കെ ദാസേട്ടൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് വിനീതും ചോദിക്കുക. എത്രയാ നിനക്ക് വേണ്ടതെന്ന് ദാസേട്ടൻ ചോദിക്കേ. ഒരു 10 ലക്ഷം എന്ന് വിനീതും. പലിശയടക്കം എത്ര വേണേലും തിരിച്ചടയ്ക്കാം, ഒരു അത്യാവശ്യമായതുകൊണ്ടാ എന്നവൻ ചോദിക്കേ. അത്രയൊന്നും എടുക്കാൻ എന്റെ കയ്യിൽ ഉണ്ടാവില്ലടാ എന്ന് ദാസേട്ടനും പറയുന്നുണ്ട്. പിന്നെ ദാസേട്ടന്റെ കയ്യിൽ എത്രയുണ്ടാവും? എത്രയായാലും എനിക്കിപ്പോ വലിയ സഹായമാവും ദാസേട്ട എന്ന് വിനീത് ചോദിക്കേ. എന്നാ ഞാനൊരു കാര്യം തുറന്നങ്ങ് പറയാം വിനീതേ, എന്റെ കയ്യിൽ നിന്ന് നിനക്ക് 10ന്റെ പൈസ കിട്ടില്ല വിനീതേ. എടാ നിനക്ക് കാശിന്റെ ആവശ്യമുണ്ടോന്ന് നിന്നോട് ചോദിച്ച് പറയിപ്പിച്ചിട്ടേ ഇല്ലെന്ന് പറയേണ്ട കാര്യം എനിക്കില്ല. പക്ഷേ നിനക്ക് പണത്തിന്റെ ആവശ്യമുണ്ടെന്ന് കേൾക്കുന്നതും അത് കയ്യിൽ വെച്ചോണ്ട് ഇല്ലെന്ന് പറയുന്നതും ഒരു സുഖാടാ. എന്റെ അമ്മയുടെ ഓപ്പറേഷൻ ആണെന്നൊക്കെ പറഞ്ഞ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൈ നീട്ടി നിന്നിട്ടുണ്ട്. അന്ന് എന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച ഈ കൈ ഇന്ന് എന്റെ മുന്നിൽ നീട്ടാനിടയായെങ്കിലേ അത് ദൈവം ഒരാൾ ഉള്ളത് കൊണ്ട് മാത്രമാടാ. വിനീതേ ഇനി നീ പോയിക്കോ, പോടാ എന്ന് ദാസേട്ടൻ പറയേ. അപമാനഭാരത്താൽ തകർന്ന് വിഷമത്തോടെ വിനീതും ആ കടയിൽ നിന്ന് ഇറങ്ങുകയാ. 10 ലക്ഷം അവന്റെ അച്ഛൻ കൊണ്ട് വച്ചിരിക്കുന്നു ഇവിടെ, ഇപ്പൊ കൊടുക്കാം ഞാൻ എന്ന് പറഞ്ഞ് ദാസും കൗണ്ടറിലേക്ക് പോവുക. വിനീത് കടയിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും ഗീത അങ്ങോട്ട് വന്ന് വിനീതേ നിനക്ക് എന്താടാ പണത്തിന് ഇത്ര അത്യാവശ്യം എന്ന് ചോദിക്കുന്നുണ്ട്. നിളമോളുടെ അസുഖത്തിന്റെ കാര്യം ചേച്ചി അറിഞ്ഞില്ലേ എന്ന് വിനീതും ചോദിക്കുക. അറിഞ്ഞു, നിളയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയല്ലേ നിങ്ങൾ തിരുവനന്തപുരത്ത് വന്നത് എന്ന് ഗീതയും ചോദിക്കുക. ചേച്ചി അറിഞ്ഞതുപോലെ ജയ്പാലിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ 50 ലക്ഷത്തിന്റെ ചെക്ക് ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് പോരുമ്പോ ഞങ്ങൾക്കൊരു ഉറപ്പായിട്ട് അത് വന്ന് മാറുകയും ചെയ്തു. പക്ഷെ ആ പണം കയ്യിൽ നിന്ന് പോയി ഗീതച്ചി എന്നവൻ പറയുന്നവൾക്കേ. പോയിന്നോ, എങ്ങനെ എന്ന് ഗീതച്ചിയും ചോദിക്കും. അവൻ നടന്ന സംഭവങ്ങളെല്ലാം ഗീതയോട് പറയുന്നു. ഓപ്പറേഷന് വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക ഗീതച്ചി നിളയെ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഗീതച്ചി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടവൻ ഗീതയുടെ കൈ ചേർത്ത് പിടിക്കുമ്പോഴേക്കും കണ്ണു നിറഞ്ഞ് ഗീതയും എടാ എന്ന് വിളിക്കുന്നുണ്ട്. അത് ശ്രദ്ധിച്ച് ദാസും ഗീതേ എന്ന് താക്കീതോടെ വിളിക്കുന്നത് കേട്ട് ഗീതേച്ചി പോയിക്കോ, ഞാൻ കാരണം ഒരു കുടുംബം കൂടി തകരണ്ട എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അവരെ നോക്കി നിൽക്കുന്ന ദാസിനെ ഒന്ന് ശ്രദ്ധിച്ച്
പോയിക്കോ ഗീതച്ചി, ചെല്ലെന്ന് പറഞ്ഞ് ഗീതച്ചിയെ പറഞ്ഞു വിടുകയാ വിനീത്. അവനും തന്റെ കണ്ണു തുടച്ച് ആ കടയിൽ നിന്നിറങ്ങി പോവുകയാ. അവിടെ നിവിൻ ഒരു ക്ഷേത്രത്തിലെത്തിയിരിക്കുകയാണ്. അവൻ സങ്കടത്തോടെ ഭഗവാന് മുന്നിൽ കൈകൂപ്പി പ്രാർത്ഥിക്കുകയാ. ഭഗവാനെ, കാവേരിയെ ഒറ്റത്തവണ നീ എനിക്ക് കാണിച്ചു തരണേ. അവളോട് എനിക്ക് എല്ലാം തുറന്നു പറയാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നാ മതി. ആ മനസ്സിലെ തെറ്റിദ്ധാരണകളെല്ലാം നീങ്ങിയ അവൾ എനിക്ക് സ്വന്തമാകുമെന്ന് ഉറപ്പാ. നടന്നു വലഞ്ഞു ഭഗവാനെ. വിനീതിനെ ഇവിടെ അടുത്തു വെച്ച് കണ്ടതുകൊണ്ട് മാത്രമാണ് ഈ പരിസരത്തു തന്നെ ഞാൻ അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് കാവേരി ഒന്ന് കാണിച്ചതാ, അതിനുവേണ്ടി എന്തും ചെയ്യാൻ ഞാൻ എന്ന് പറഞ്ഞവൻ കണ്ണടച്ചു പ്രാർത്ഥിക്കുമ്പോഴേക്കും അങ്ങോട്ട് വരുന്ന കാവേരിയും അപ്പുറത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥന കഴിഞ്ഞ് നിവിൻ അവിടുന്ന് പോകുമ്പോഴേക്കും കാവേരിയും അങ്ങോട്ട് വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഭഗവാനെ, എന്തു ചെയ്യണമെന്നറിയാതെയാ ഞാൻ ഈ തിരുമുമ്പിൽ വന്ന് നിൽക്കുന്നത്. എനിക്ക് മുന്നിൽ ഒരു വഴി തെളിയുന്നില്ല. നിലമോളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. ഓപ്പറേഷന് പണം അടയ്ക്കണം. ജയപാലിനോട് എത്ര വഴക്കിട്ട് വാങ്ങിച്ചെടുത്ത പണമാ, അത് മുഴുവനും കയ്യിൽ നിന്ന് പോയി ഭഗവാനെ. അത്രയും പണം ഇനി എങ്ങനെ ഉണ്ടാക്കുമെന്ന് പോലും എനിക്കറിയാം. എനിക്കൊരു വഴി കാട്ടിത്തരണേ ഭഗവാനെ എന്ന് കരഞ്ഞു പറഞ്ഞവൾ പ്രാർത്ഥിക്കുമ്പോഴും നിവിനും കുറച്ചപ്പുറത്തായി മാറി ഒരു തൂണുംചാരി ഇരിപ്പ. കാവേരി വന്ന് പ്രസാദം നെറ്റിയിൽ ചാർത്തി. അവൻ ഇരിക്കുന്ന തൂണിന്റെ പുറകുവശത്ത് തന്നെ സങ്കടത്തോടെ ഇരിപ്പ. ഒരു തൂണിന്റെ അപ്പുറത്തും ഇപ്പുറത്തും സങ്കടത്തോടെ ഇരിക്കുന്ന അവർ പരസ്പരം കാണുന്നില്ല. ആ സമയത്താണ് നിവിൻ അന്വേഷിച്ച് ക്ഷേത്രത്തിലേക്ക് വരുന്ന രാഗിണി ഒരു തൂണിന് അപ്പുറവും ഇപ്പുറവും സങ്കടത്തോടെ ഇരിക്കുന്ന നിവിനെയും കാവേരിയെയും കാണുന്നത്. കണ്ണടച്ച് പ്രാർത്ഥനയോടെ ഇരിക്കുന്ന കാവേരി എവിടെയെന്നറിയാതെ സങ്കടത്തോടെ ഇരിക്കുന്ന നിവിനെയും ഒരു നിമിഷം ദേഷ്യത്തോടെ നോക്കി നിൽക്കുക കാവേരി. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. പണം നഷ്ടപ്പെട്ടെന്ന് വിനീത് ഗംഗയെ അറിയിക്കുന്നതും കാവേരിയെയും നിവിനെയും കാണുന്ന രാഗിണി അവരുടെ ഫോട്ടോ മൊബൈലിൽ പകർത്തുന്നതും പിന്നീടത് നിവിന് കാണിച്ചു കൊടുക്കുന്നതും കാവേരി അന്വേഷിച്ച് നടക്കുന്ന നിവിന്റെ കാര്യം ജയപാലിനോട് രാഗിണി അവതരിപ്പിക്കുന്നതും നിവിനെ അപകടത്തിലാക്കാൻ ജയപാലൻ തീരുമാനിക്കുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.